ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ മണി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് പണം ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സൂപ്പർ മണി ആപ്ലിക്കേഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ മണി ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള റിവാർഡ്സുകൾ എങ്ങനെയാണ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള വീഡിയോയും നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നമുക്ക് എങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സൂപ്പർ മണി എന്നുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുക, അതുപോലെ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മറ്റൊരു അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് മണി ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അതിനായി സെൻഡ് മണി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെയായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് പണം അയച്ചു കൊടുക്കുന്ന ആളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആ ഒരു അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കാം. UPI ID എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് UPI ID ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. അടുത്തതായിട്ടുള്ളതാണ് ബാങ്ക് അക്കൗണ്ട്. നമ്മൾ പണം അയച്ചു കൊടുക്കുന്ന ആളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഈ ബോക്സിൽ ടൈപ്പ് ചെയ്യുക. കൺഫേം അക്കൗണ്ട് നമ്പർ എന്നുള്ള ഭാഗത്തും മുകളിൽ കൊടുത്ത അതേ അക്കൗണ്ട് നമ്പർ തന്നെ ഒന്നുകൂടി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം IFSC കോഡ് എന്നുള്ള ഭാഗത്ത് IFSC കോഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് ഹോൾഡറുടെ നെയിം, അതായത് നിങ്ങളുടെ അയച്ചു കൊടുക്കുന്ന ആളുടെ പേരെന്താണോ അത് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം താഴെയുള്ള കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ നിങ്ങൾ എത്ര എമൗണ്ടാണ് അയച്ചു കൊടുക്കുന്നത് ആ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ ഒരു ആഡ് നോട്ട് എന്നൊരു ഭാഗം കാണാം. അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് നോട്ട് ആഡ് ചെയ്യണമെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആയിട്ട് നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്ത് താഴെയുള്ള പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ ട്രാൻസാക്ഷൻ പൂർത്തിയാകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജാണ് അവിടെ വന്നിരിക്കുന്നത്. ശേഷം ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. UPI IDയിലേക്ക് എങ്ങനെയാണ് പണം അയച്ചു കൊടുക്കുക എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്ന് നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.